അല്പനിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ ഒന്ന് പകരാം. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. യേശു നമ്മെ കാണുന്നു. അവൻ്റെ സാന്നിധ്യം ഇന്ന് പകലിലും നമ്മോടൊപ്പമുണ്ട്. നിന്റെ അവസ്ഥകളെ അവൻ അറിയുന്നു. നിന്റെ പ്രയാസങ്ങളെ അവൻ അറിയുന്നു. നിന്റെ വേദനകളെ അവൻ അറിയുന്നു. അങ്ങനാണെങ്കിൽ ഭാരത്തോടെ ഇനി മുൻപോട്ട് പോകുവാൻ അവൻ ഇനി നിന്നെ അനുവദിക്കത്തില്ല. അവൻ മനസ്സലിവുള്ള ദൈവമാകിയാൽ, അവൻ നിന്നെ സ്നേഹിക്കുന്നവനാകിയാൽ, നിനക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ, ഏതാനും മിനിറ്റുകൾ കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നാട്ട് അധരങ്ങൾ ചലിക്കട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ, ഏകാഗ്രതയുള്ള ഹൃദയത്തോടെ ഈ ആരാധനയുടെ പ്രാരംഭ നിമിഷങ്ങളിൽ തന്നെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ, അപ്പാ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി നന്ദി. അപ്പാ നീ എന്നെ കരുതുന്ന വിധങ്ങൾക്കായി നന്ദി. എത്ര പേർക്ക് പറയാൻ കഴിയും? പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ നേരിട്ടപ്പോഴും അതിനെ തരണം ചെയ്യാൻ എനിക്ക് തന്ന കൃപയ്ക്കായി നന്ദി. എത്ര പേർക്ക് പറയാൻ കഴിയും? മരണകരമായ അനുഭവങ്ങൾ എന്നെ പിടിപെട്ടപ്പോഴും അതിൽ നിന്നും തരണം ചെയ്യുവാൻ ദൈവം എനിക്ക് തന്ന കൃപയ്ക്ക് നന്ദി. അല്പനിമിഷം അധരങ്ങൾ ചലിച്ചു തുടങ്ങട്ടെ. ആ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നേ. കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തു. എത്ര പേർ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ദൈവകൃപ എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ഇതിനകത്ത് ദൈവ സാന്നിധ്യം ഹൃദയങ്ങളിൽ അനുഭവിക്കാൻ കൃപ ലഭിച്ചവിടെ കരങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് ഉയർത്തി. നമ്മുടെ യേശുവിനെ പോലെ ഒരു ദൈവമില്ല കേട്ടോ. നമ്മുടെ യേശുവിനെ പോലെ സൗഖ്യമാക്കുന്ന മറ്റൊരു ദൈവമില്ല. നമ്മുടെ യേശുവിനെ പോലെ നമ്മെ വിടുവിക്കുന്ന ഒരു മറ്റൊരു ദൈവമില്ല. നമ്മുടെ യേശുവിനെ പോലെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ കരുത്തുള്ള മറ്റൊരു ദൈവം ഉലകത്തിലില്ലെന്ന് വിശ്വാസമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? വിശ്വാസമുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? നിന്നെ വിടുവിച്ചെടുപ്പാൻ കരുത്തുള്ള മറ്റൊരു ദൈവം ഉലകത്തിലില്ല. അത് യേശുവിന്റെ നാമമല്ലാതെ. ഉറപ്പുള്ളവരുടെ കരങ്ങൾ ചലിക്കട്ടെ. കാഴ്ചക്കാർ ഇതിനകത്ത് വേണ്ട. ഹൃദയപൂർവ്വം കർത്താവിനെ ആരാധിക്കുന്നവർ, ഹൃദയപൂർവ്വം ദൈവത്തെ ആരാധിക്കുന്നവർ, യേശുവിനെ പോലെ നിന്നെ വിടുവിച്ചെടുക്കാൻ കരുത്തുള്ള ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. ഓ ഹല്ലേലൂയ. ചലിക്കട്ടെ, ചലിക്കട്ടെ. അവന്റെ നാമത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞവരുടെ അധരങ്ങൾ ചലിക്കട്ടെ. അവന്റെ നാമത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞവരുടെ കരങ്ങൾ ചലിക്കട്ടെ. ഇന്ന് പകലിൽ ഹൃദയപൂർവ്വം കർത്താവിനെ ആരാധിക്കുന്ന യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. ഓ യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. ഓ എന്റെ യേശുവെ പോലാരുമില്ല. ഒരിക്കൽ കൂടെ യേശുവെ പോലാരുമില്ല. എന്റെ യേശുവെ പോലാരുമില്ല. ഓ
പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം
ദൈവസന്നിധിയിൽ അടഞ്ഞിരിയട്ടെ. കർത്താവിനെ ആരാധിക്കുന്നതിൽ നാം മടുത്തു പോകരുത്. കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നാം മടുത്തു പോകരുത്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിൽ നിന്ന് നാം പിന്നോട്ട് മാറരുത്. കർത്താവിനോട് എത്ര പേർക്ക് പറയാൻ കഴിയും, കർത്താവേ, ഏത് നേരത്ത് നീ മാത്രം മതി എനിക്ക്. എന്റെ കാലത്തും യേശു മാത്രം മതി. എന്റെ കാലത്തും യേശു മാത്രം മതി. ആ യേശുവിനോടൊന്ന് ഹൃദയം തുറന്നൊന്ന് പറഞ്ഞേ, കർത്താവേ, എൻ്റെ സങ്കട നേരത്തും എൻ്റെ കണ്ണുനീരിൻ്റെ നേരത്തും എൻ്റെ സന്തോഷവേളകളിൽ യേശുവേ, നീ മാത്രം മതി എനിക്ക്. ഒറ്റ വാക്കിന് മനുഷ്യൻ മാറും, എന്നാൽ മാറാത്ത യേശു ഉണ്ട് എൻ്റെ കൂടെ. എത്ര പേർക്ക് പറയാൻ കഴിയും, കുഞ്ഞെ, നീ ഇന്ന് സ്നേഹിക്കുന്ന പലരും മാറും, എന്നാൽ മാറാത്ത ഒരുവനേ ഉള്ളു. അവന്റെ പേര് യേശു എന്നാണ്. ആ യേശുവിനെ നിനക്കൊന്ന് സ്നേഹിക്കാൻ കഴിയുമോ? അവന്റെ സ്നേഹത്തെ വിട്ടുമാറാതെ സാന്നിധ്യത്തോട് നിനക്കൊന്ന് അടുക്കാൻ കഴിയുമോ? മനുഷ്യൻ മാറിയാലും, മനുഷ്യന്റെ വാക്ക് മാറിയാലും, വാക്ക് പറഞ്ഞാൽ മാറാത്ത ഒരുവനുണ്ട്. നിമിഷം അങ്ങേ ആത്മാവിൽ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകിയല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവമഹത്വം വാസ്തവമായി ഇറങ്ങുവാൻ, അത് അനുഭവിക്കുവാൻ, ദൈവ സാന്നിധ്യത്തിന് നടുവിൽ വെളിപ്പെടുന്ന സൗഖ്യങ്ങൾ, വിടുതൽ അനുഭവിപ്പാൻ കർത്താവേ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തണമേ. കടന്നു വന്ന ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.